തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ലഹരി കേസ് പ്രതി ഒടുക്കം പിടിയിൽ. MDMA കേസ് പ്രതി കോഴിക്കോട് മുക്കം സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് കർണാടകയിൽ വെച്ച് പിടിയിലായത്. ഡൽഹിയിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ ഗുജറാത്തിൽ വെച്ച് ട്രെയിനിൽ നിന്ന് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടുകയാണ്. പത്ത് ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അന്തർ സംസ്ഥാന ലഹരി കേസ് പ്രതി പോലീസിന്റെ വലയിലായത്. കർണാടക കൽബുർഗിയിൽ ട്രെയിനിൽ വെച്ചാണ് MDMA കേസ് പ്രതി മുഹമ്മദ് ഹനീഫയെ പിടികൂടിയതെന്ന് മുക്കം പോലീസ് അറിയിച്ചു. റെയിൽവേ പോലീസിന്റെയും RPFന്റെയും സഹായത്തോടെയാണ് പ്രതിയെ വലയിലാക്കിയത്. കഴിഞ്ഞ മാസം 23-ന് ലഹരി വിൽപ്പന കേസിൽ തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഹനീഫ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തെളിവെടുപ്പിനായി പോയ പോലീസ് സംഘം വിവിധയിടങ്ങളിൽ പ്രതിക്കായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഹനീഫയെ പിടികൂടാനായത്. കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് മുക്കത്തെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് 3 കിലോഗ്രാം MDMA പോലീസ് പിടികൂടിയത്. കേസിലെ മുഖ്യപ്രതിയാണ് ഹനീഫ. ഇയാളുമായി വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയാണ് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സംഘം ഡൽഹിയിലേക്ക് തിരിച്ചത്. മുക്കം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘത്തിലെ അംഗങ്ങളുമാണ് തെളിവെടുപ്പിനായി പോയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.